ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സെറ്റ് പരീക്ഷയ്ക്ക് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു സെറ്റിൻ്റെ ഒരു മോഡൽ ക്ലാസ്, കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ തവണ ചോദിച്ച, അതായത് 2021 ചോദിച്ച കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയാണ് വന്നത്. 2021 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതിന് മുമ്പിലുള്ള ഒരു വർഷത്തെ കുറച്ച് പ്രോബ്ലംസ് കൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഒരുങ്ങുക, സിലബസൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് പഠിച്ച് ഒരുങ്ങുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ലെഷൻഡർ പോളിനോമിയൽ പി 2n + 1 ഓഫ് 0? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ലെഷൻഡർ പോളിനോമിയൽ? കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഹൗ ക്യാൻ വി ഡു ദിസ്? സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ലെഷൻഡർ പോളിനോമിയൽ പി 2m + 1 ഓഫ് 0? ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കോളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വി ഹാവ് അവർ ഡയറക്റ്റ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദിസ്. വാട്ട് ഈസ് Pn of x? What is Pn of x? Pn of x is equal to 1 × 3 × 5 etc. up to 2n - 1 divided by n factorial. very important. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ലെഷൻഡർ പോളിനോമിയൽ, ബെസൽസ്, ഈ രണ്ടിൽ നിന്ന് ഓരോ ചോദ്യം വെച്ചുണ്ടാവും. ഏതായിരിക്കും ചോദിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ രണ്ട് പോർഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പഠിച്ചതിന് ശേഷം അതിൻ്റെ മെയിൻ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ച് പലതവണ എഴുതി അത് മനഃപ്പാടമാക്കിയേ ഒക്കൂ. കാരണം ഇതിനകത്ത് നിന്നും വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾക്ക് ആ ഫോർമുലാസ് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കിട്ടുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം എഴുതുക, അതായിരിക്കും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മുതൽ പഠിക്കണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ജനറേറ്റിംഗ് ഫംഗ്ഷൻ, റോഡ്രിഗസ് ഫോർമുല, പിന്നെ ബാക്കി കണക്റ്റിംഗ് ഫോർമുലാസ്, അത്രയും കാര്യങ്ങൾ ഇതിനകത്തെല്ലാം പഠിച്ചു വെക്കണം, സ്പെഷ്യൽ ഫംഗ്ഷൻസിനകത്ത്. സോ 1 × 3 × 5 2n - 1 × n factorial into x raised to n minus n into n - 1 divided by 2 × 2n - 1 of x raised to n - 2, അടുത്തത് പ്ലസ് n into n - 1 into n - 2 into n - 3 divided by 2 into 4 into 2n - 1 into 2n - 3 into x raised to 4 minus etc. This is the general expression for Pn of x. മനസ്സിലായല്ലോ? ദിസ് ഈസ് ദ Pn of x. സോ നമുക്ക് എന്താണ് ചോദിച്ചേക്കുന്നത്? P of 2m + 1 or 2n + 1 ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2m + 1. സബ്സ്റ്റിറ്റ്യൂട്ട് n = 2m + 1. സബ്സ്റ്റിറ്റ്യൂട്ട് n = 2m + 1 കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? P 2m + 1 of x is equal to 1 × 3 × 5 × etc. up to 2 into എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2m + 1 minus 1 divided by എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2m + 1 factorial into x raised to എന്നിൻ്റെ സ്ഥാനത്ത് 2m + 1 minus 2m + 1 into 2m + 1 minus 1 2m divided by 2 into 2 into 2m + 1 minus 1 into x raised to 2m + 1 minus 2, that is 2m minus 1, 2m + 1 minus 2, 2m minus 1 plus 2m + 1 into etc. into divided by x raised to, this is x raised to n minus 4, x raised to n minus 4, sorry,
x raised to n minus 4 into x raised to 2m plus 1 minus 4 divided by some denominator is also there. Okay? ശരിയല്ലേ? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 2m plus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രം. ദെൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പി ഓഫ് 2m plus 1 ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 0. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. സ്പെഷ്യൽ ഫംഗ്ഷൻസിൻ്റെ അകത്ത് ജസ്റ്റ് ഇക്വേഷൻ എഴുതുക, മെയിൻ ഇക്വേഷൻ. ഇത് അറിഞ്ഞിരിക്കണം, ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മുതൽ പഠിക്കണം. ഐ റിപ്പീറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 0. സോ വി ഹാവ് ടു ഫൈൻഡ് പി 2m plus 1 ഓഫ് 0. ദെർഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 കൊടുത്തേ, ഇത് 0 ആയി പോകും. ശരിയല്ലേ? എക്സ് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും. ദാറ്റ് മീൻസ് പി 2m plus 1 of 0 is equal to 0. P 2m plus 1 of 0 is equal to 0. ഈ പ്രോബ്ലം മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സോ പി ഓഫ് 2m plus 1 is equal to 0. ഇനി ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണെന്ന് കരുതുക. ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഈ പ്രോബ്ലത്തിന് ചെറിയൊരു മാറ്റം വരുത്തുകയാണെന്ന് കരുതുക. നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. വാട്ട് ഈസ് പി ഓഫ് 2m, പി 2m ഓഫ് 0 is equal to what? പി 2m plus 1 is equal to 0 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ വാട്ട് ഈസ് പി 2m ഓഫ് 0? വാട്ട് ഈസ് ദിസ്? ഇത്തവണ ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക. ഓക്കെ, സോ വാട്ട് ഈസ് പി ഓഫ് പി 2m of 0? So we know the generating function. We know the generating function for Legendre polynomial. We know the generating function for Legendre polynomial. എന്താണ് generating function? That is 1 minus 2xz plus z square raised to minus 1 by 2 is equal to summation over n z raised to n Pn of x. This is the generating function. 1 minus 2xz plus z square all raised to minus 1 by 2 is equal to summation over n z raised to n Pn of x. This is the generating function. So നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? p 2m of xൻ്റെ സ്ഥാനത്ത് എന്താണ്? 0. So put x is equal to 0 in the generating function. Put x is equal to 0 in the generating function. Generating function x 0 ഇട്ട് കൊടുത്തേ. x 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? This is 1. x 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സെക്കൻഡ് ടേം 0 ആയി പോകും. പ്ലസ് z സ്ക്വയർ റൈസ് ടു മൈനസ് 1 by 2. 1 plus z സ്ക്വയർ റൈസ് ടു മൈനസ് 1 by 2 is equal to എന്ത് വരും? സമ്മേഷൻ ഓവർ n z റൈസ് ടു n Pn of 0. Z raised to n Pn of 0. So what is when you expand this 1 plus z square raised to minus 1 by 2, then I can expand here. I can expand him 1 minus minus z whole square raised to minus 1 by 2. നമ്മൾ 1 minus x whole square അല്ലെ 1 minus x raised to n ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് 1 minus z square raised to minus 1 by 2. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു റൈസ് ടു മൈനസ് 1 by 2 ആയതുകൊണ്ട് 1 മൈനസ് 1 by 2 മൈനസ് പ്ലസ് 1 by 2 ഇൻറ്റു മൈനസ് ഇസഡ് സ്ക്വയർ പ്ലസ് അടുത്തത് 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 റൈസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ഹോൾ സ്ക്വയർ അടുത്തത് പ്ലസ് എക്സെട്ര. This is how we expand 1 minus z square raised to minus 1 by 2. ശരിയല്ലേ? ക്ലിയർ? സോ ആഫ്റ്റർ ദിസ് വേറെ 2-3 ടേം കൂടെ എഴുതാം. സി 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 മൈനസ് z സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്താണ്? അടുത്ത ടേം എന്ത് വരും? 1 ഇൻറ്റു 3 ഇൻറ്റു 5 divided by 2 into 4 into 6 into minus z square whole cube. ശരിയല്ലേ? പ്ലസ്
എവിടം വരെ പോകും? 1 into 3 into 5 etc. up to some 2r minus 1 divided by rth term, some rth term 2 into 4, 2r minus 1 ആണ്, 2 into 4 into 6 etc. up to 2r. ശരിയല്ലേ? അടിയിൽ ഈവൻ നമ്പേഴ്സ് ആണ്. സോ അപ് ടു 2r into minus z square raised to r, minus z square raised to r. ഇതാണ് ഒരു rth term or some general term. ശരിയല്ലേ? Clear? So what is next? Then put n is equal to, n ന്റെ സ്ഥാനത്ത് എന്താണ്? 2m. Put n is equal to 2m here. Put n is equal to 2m. When you put n is equal to 2m, we get 1 plus z square raised to minus 1 by 2 is equal to summation over n from 2m. ശരിയല്ലേ? z raised to 2m into p 2m of 0. p 2m of 0. ശരിയല്ലേ? summation over all 2m's, z raised to 2m into p of 0 2m, p 2m of 0. ശരിയല്ലേ? then നമുക്കറിയാം പി എൻ ഓഫ് എക്സിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? വാട്ട് ഈസ് പി എൻ ഓഫ് എക്സ്? നമ്മൾ പഠിച്ചതാണ്, കുറച്ച് ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് പി എൻ ഓഫ് എക്സ്? പി എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 into 3 into 5 etc. up to 2n minus 1 divided by n factorial into x raised to n minus something. ശരിയല്ലേ? അല്ലേ? and we have to put n is equal to 2m. You should put all n is equal to 2m. And then the clear ആയല്ലോ? റബ്ബ് ചെയ്യാണ്. Then we have to compare, equate. We have to equate. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എഴുതി ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. Then equate the coefficients of z raised to 2m from both sides. z raised to 2m from both sides. നമ്മളിപ്പോൾ കണ്ടിരുന്നു, ദിസ് ഈസ് 1 പ്ലസ് z സ്ക്വയർ റേസ് ടു മൈനസ് 1 by 2 ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഓൾ 2m's z റേസ് ടു 2m into p 2m of 0. and we also know pn of x is equal to 1 into 3 into 5 etc. up to 2n minus 1 divided by n factorial into x raised to n minus some factors are also there. And we have to compare or equate the coefficients of z raised to 2m from both sides and put n equal to 2m. ഇവിടെ n equal to 2m ഇടുമ്പോൾ ഫസ്റ്റ് ടേം തന്നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? സോ ഫസ്റ്റ് ടേമിൽ ഇക്വേറ്റ് ചെയ്തേ എന്ത് വരും? മൈനസ് 1 റൈസ് ടു m. ശരിയല്ലേ? മൈനസ് 1 റൈസ് ടു m ഇൻറ്റു 1 into 3 into 5 etc. up to n 2m minus 1 divided by 2 raised to m into m factorial. 2 raised to m into m factorial. കാരണം ഇവിടെ 2m factorial എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? എന്നിൻ്റെ സ്ഥാനത്തല്ല നമ്മൾ എഴുതുന്നത്. എന്നിൻ്റെ സ്ഥാനത്ത് 2m വരുമ്പോൾ 2m factorial. 2m factorialൽ നിന്നും ഒരു 2 കോമൺ എടുത്തു കഴിയുമ്പോൾ എത്ര 2 കോമൺ എടുക്കേണ്ടി വരും? 2 റൈസ് ടു m 2 കോമൺ എടുക്കേണ്ടി വരും. ശരിയല്ലേ? അല്ലേ? 2 റൈസ് ടു m ടൈംസ് 2 വരും ഇതിനകത്ത് അല്ലേ? m ഫാക്ടോറിയലോളം 2കളുണ്ട്. സോ 2 റൈസ് ടു m മിച്ചം എന്തുണ്ട്? m ഫാക്ടോറിയൽ. ക്ലിയർ? അതാണ് ഇവിടെ എഴുതിയത്. 2 റൈസ് ടു m ഇൻറ്റു m ഫാക്ടോറിയൽ. ഇതിനെ ഇനി എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു മൈനസ്, ഒന്ന് ശ്രദ്ധിച്ചോണേ, മൈനസ് 1 റൈസ് ടു m ഇൻറ്റു ഞാൻ ഇങ്ങനെ എഴുതുകയാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 എക്സെട്ര അപ് ടു 2m മൈനസ് 1 പിന്നെ 2m ഇൻറ്റു 2m ഡിവൈഡഡ് ബൈ 2 റൈസ് ടു m ഇൻറ്റു m ഫാക്ടോറിയൽ. ഇതുപോലെ തന്നെയുണ്ട്. ഞാൻ മുകളിൽ എന്ത് ചെയ്തു? ഓരോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശരിയല്ലേ? ഒരു 2 ഉണ്ട്, ഒരു 4 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ എവിടെ വരെ മൾട്ടിപ്ലൈ ചെയ്തു? 2m വരെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യും? അടിയിൽ അത്രയും സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 ഇൻറ്റു 6 എക്സെട്ര അപ് ടു 2m.
ക്ലിയർ ആയോ? നോക്കിക്കേ, വിച്ച് ഇസ് ഈക്വൽ ടു -1 റേസ് ടു എം ഇൻറ്റു ഇതെന്താണ് 1 × 2 × 3 × 5 × 6 up to 2m. What is that? This is nothing but this is 2m factorial. Clear? Divided by 2 raised to m into m factorial. അതേപടി ഇനി 2 × 4 × 6 × up to 2m. ഇതിനകത്ത് നിന്ന് എത്ര 2 കോമൺ എടുക്കാം? എനിക്ക് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 2 raised to m 2 കോമൺ എടുക്കാം. ശരിയല്ലേ? 2 raised to m times 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? 1, 2, 3 up to m. That means again an m factorial comes. Clear? നോക്കിക്കേ, which is equal to -1 raised to m into 2m factorial divided by 2 raised to m into 2 raised to m. That means 2 raised to 2m into m factorial into m factorial. What is that? m factorial square. നോക്കിക്കേ, നമ്മൾ P2m of 0. What is the value of P2m of 0? P2m of 0 is equal to -1 raised to m into 2m factorial divided by 2 raised to 2m into m factorial square. And what is P2m plus 1 of 0? P2m plus 1 of 0 എന്താണ്? Is equal to 0. P2m plus 1 of 0 is equal to 0. Clear? Okay, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആൻസർ ചേഞ്ചസ് എൻറ്റയർലി. ക്ലിയർ? മനസ്സിലായല്ലോ? എനി ഡൗട്ട്സ്? ഇത് ബോണസ് ആണേ, നിങ്ങൾക്കുള്ള ബോണസ് ആണേ. ക്ലിയർ? നോക്കിക്കോ. നെക്സ്റ്റ് അടുത്തത് കഴിഞ്ഞ തവണ ചോദിച്ച വേറൊരു ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് j½ of x is equal to the value of j½ of x is equal to ബെസൽ ഫംഗ്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് j½ of x? എന്താണ്? ഇവിടുന്നും ജനറൽ ഫോർമുല എഴുതുക. jn of x is equal to, what is jn of x? jn of x is equal to summation over r is equal to 0 to infinity -1 raised to r divided by r factorial into gamma of n plus r gamma of n plus r plus 1. Gamma of n plus r plus 1 into x by 2 raised to n plus 2r. So this is the general expression for jn of x. General expression for jn of x. jn of x is equal to summation over r is equal to 0 to infinity -1 raised to r divided by r factorial into gamma of n plus r plus 1 into x by 2 raised to n plus 2r. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ചിലപ്പം ഗാമ ഓഫ് n plus r plus 1 എന്നുള്ളതിന് n plus r factorial എന്നായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത് ചിലപ്പോൾ. അതും കറക്റ്റാണ്. കാരണം ഗാമ ഓഫ് n plus 1 is equal to n factorial. So this is the general formula. You should learn this by heart. ഇത് അറിഞ്ഞിരിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും. ക്ലിയർ? ഇനി ജസ്റ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ദെൻ നോക്കിക്കേ, ഇനി j½ of x ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? j½ of x is equal to this is equal to x raised to n divided by 2 raised to n. x raised to n divided by 2 raised to n into gamma of n plus 1 into 1 plus -1 raised to 1 into x square divided by 2 square into 1 factorial, 2 square into 1 factorial, ഇപ്പോൾ ക്ലിയർ ആവും, into n plus 1 plus -1 raised to 2 into x square കഴിഞ്ഞാൽ അടുത്തത് x raised to 4 divided by 2 raised to 4 into 2 factorial into അടുത്ത n plus 1 into n plus 2 plus അടുത്തത് we have to write a general term. ഇതിൻ്റെ എക്സ്പാൻഷൻ ആയി അല്ലേ? ശരിയല്ലേ? x raised to n divided by 2 raised to n into gamma of n plus 1 gamma of n plus 1 into
1 plus minus 1 raised to 1 x square divided by 2 square into 1 factorial into n plus 1 plus minus 1 square x raised to 4 plus general term എഴുതുമ്പോൾ എന്ത് വരും minus rth term minus 1 raised to r into x raised to 2r ശരിയല്ലേ x raised to 2r divided by 2 raised to 2r into r factorial into n plus എവിടെ വരെ പോവും n plus 1 into n plus 2 into etc up to n plus r. This is the general term. Clear? This is the general term. Then you have to substitute and the substitute you have to put all n is equal to 1 by 2. n is equal to 1 by 2. Put n is equal to 1 by 2 here. 1 by 2 ഇട്ട് നോക്കിയേ വളരെ എളുപ്പമാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക ജനറൽ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എക്സ്പാൻഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചേക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇഫ് n is equal to 0 substitute n is equal to 0 if n is equal to 1 by 2 substitute n is equal to 1 by 2 അത്രേ ഉള്ളൂ ക്ലിയർ നോക്കിയേ then put n is equal to 1 by 2 put n is equal to 1 by 2 so j half of x is equal to put n is equal to 1 by 2 j half of x is equal to n is equal to 1 by 2 ഇപ്പോൾ നമ്മൾ r-ൻ്റെ ടേംസിലാണ് എഴുതിയത് കൊണ്ട് r is equal to 1 by 2 എന്ന് എഴുതിയാലും മതി ക്ലിയർ അതെല്ലാം ഡമ്മി ഇൻഡിസസ് പോലെയാണ് സോ r is equal to 1 by 2 അല്ലെങ്കിൽ ജനറലായിട്ട് n is equal to 1 by 2 so put then x raised to n so x raised to 1 by 2 divided by 2 raised to n എന്ന് എഴുതിയത് 2 raised to n എന്ന് പറയുമ്പോൾ 2 raised to 1 by 2 into then മുകളിൽ നമ്മൾ n plus 1 ഗാമ ഓഫ് n plus 1 എന്ന് എഴുതുന്നത് ഗാമ ഓഫ് n plus 1 എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഈസ് 1 plus 1 by 2 which is ഗാമ ഓഫ് 3 by 2 ഗാമ ഓഫ് 3 by 2 into 1 minus x square divided by 2 square is nothing but 4 into 1 factorial is 1 itself. അതിന് മുമ്പിലത്തെ എക്സ്പ്രഷൻ നോക്കുക 2 square is 4 1 factorial is 1 itself and n is equal to 1 by 2 1 by 2 plus 1 is 3 by 2 then next is plus minus 1 square into minus 1 square that is plus x square whole square that is x raised to 4 divided by അടുത്തത് 2 raised to 4 into 2 factorial is 2 അല്ലേ ശരിയല്ലേ അടുത്തത് n plus 1 is 1 by 2 plus 1 3 by 2 അടുത്തത് n plus 2 is 1 by 2 plus 2 which is 5 by 2 ശരിയല്ലേ plus etc ശരിയല്ലേ then നോക്കിക്കേ which is equal to x raised to 1 by 2 2 raised to 1 by 2 അതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് x root of x by 2 then gamma of 3 by 2 gamma of 3 by 2 is equal to half gamma half n gamma n plus 1 is equal to n gamma n പഠിച്ചിട്ടുണ്ടല്ലോ ഗാമ n plus 1 നമ്മൾ എഴുതാൻ കാരണം ഗാമ n plus 1 is equal to n gamma n ഇവിടെ 3 by 2 എന്ന് പറയുന്നത് 1 by 2 plus 1 that means 1 by 2 ഗാമ 1 by 2 ഗാമ 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഗാമ 1 by 2 is root pi ഗാമ 1 by 2 is nothing but root pi so this is root pi റൂട്ടിൻ്റെ അകത്ത് പൈ അല്ലേ root pi into 1 by 2 root pi into 1 by 2 into 1 by 2 divided by 1 by 2 അല്ലേ അപ്പം divided by 1 by 2 that means ശരിയല്ലേ ഡിനോമിനേറ്ററിലല്ലേ 1 by 2 വരുന്നത് അല്ലേ ഡിനോമിനേറ്റർ 1 by 2 വരുമ്പോൾ 1 by 2 into 1 minus x square divided by 4 into 3 by 2 this is nothing but 2 into 3 plus x raised to 4 divided by this 2 and this 2 cancels and this 2 and this 2 cancels this is a 2 cube
So this is 2 into 2 cube 2 into 2 into 2. That means 2 into 3 into 4 into 5. ഇങ്ങനെ എഴുതാൻ മേലെ ശരിയല്ലേ? 2 ക്യൂബ് 2 into 2 into 2 into 3 into 5 ഇങ്ങനെയാണ് വരുന്നത്. സോ അത് ഫസ്റ്റ് 2 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 2 into 2 4 എഴുതി, പിന്നെ 5 എഴുതി. ശരിയല്ലേ? 2 into 3 into 4 into 5 പ്ലസ് എക്സെട്രാ. ക്ലിയർ? സോ വാട്ട് ഈസ് ദിസ്? 2 and root 2 cancels. That means the root of 2x by pi. Root of 2x by pi into this is 1 minus x square divided by 2 into 3. 1 into 2 into 3. That means this is 3 factorial. ശരിയല്ലേ? This is a 3 factorial plus x raised to 4 divided by 5 factorial etc. Clear? ഇനി ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ എല്ലാം ന്യൂമറായിട്ട് ഞാനൊരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഞാനൊരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തേ. ഇവിടെ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ബൈ പൈ എക്സ്. ശരിയല്ലേ? ഇവിടെ ഒരു റൂട്ട് എക്സ് ഉണ്ട്, അടിയിലത്തെ എക്സ് കൂടെ ക്യാൻസലായി പോകുമ്പോൾ ദിസ് ഈസ് 2 ബൈ പൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് x raised to 5 divided by 5 factorial plus etc. So what is this? What is this? X minus x cube divided by 3 factorial plus x raised to 5 by 5 factorial എന്താണ്? This is the expansion for sin x. This is expansion for sin x. So this is equal to root of 2 by pi x into sin x. Root of 2 by pi x into sin x. So we write j half of x is equal to root of 2 by pi x into sin x. Similarly, ഇത്തവണ ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക, j minus half of x is equal to root of, ഇതേ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക, you will get 2 by pi x into cos x. 2 by pi x into cos x. Clear? ഇത് മനസ്സിലായോ? യെസ്. തസ്നി ജമാൽ, യു ആർ റൈറ്റ്. സൈൻ എക്സ് ആ എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചിരിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് പഠിക്കണമെന്നൊന്ന് ഓർത്ത് നോക്കിയേ. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എല്ലാവരും പാസ്സാകണം, അതുകൊണ്ടുള്ള നിർബന്ധം കൊണ്ടാണ്. ഓക്കെ? അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, ഒട്ടും ഉഴപ്പാനേ പാടില്ല. ഇതൊക്കെ മറന്നു പോകാൻ വളരെ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് മറന്നു പോകരുത്. നമ്മൾ അത്രയും ഹൃദിസ്ഥമാക്കി വെക്കണം, എപ്പോൾ ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ? ഈ പ്രോബ്ലം മനസ്സിലായല്ലോ? ഇത്തവണ ചിലപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, j മൈനസ് ഹാഫ് ഓഫ് എക്സ്. കഴിഞ്ഞ തവണ അത് ചോദിച്ചതുകൊണ്ട്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ബെസൽ, ഹെർമൈറ്റ്, ലെഷൻഡർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫോർമുലാസ് ഒക്കെ പഠിച്ചു വെക്കുക. ക്ലിയർ? ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. മനസ്സിലാവുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. See the next one. Lagrangian of a compound pendulum is. കഴിഞ്ഞ തവണ ചോദിച്ചതാണ്. Lagrangian of a compound pendulum. What is a Lagrangian of a compound pendulum? See. Question കണ്ടല്ലോ. തസ്നി ജമാൽ, താങ്ക് യു വെരി മച്ച്. Compound pendulum. വാട്ട് ഈസ് എ കോമ്പൗണ്ട് പെൻഡുലം? കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഏത് ഷേപ്പിലുള്ള ഏത് മാസും ഹാങ് ചെയ്തിട്ടാൽ അതൊരു കോമ്പൗണ്ട് പെൻഡുലമായി. ദിസ് ഈസ് എ കോമ്പൗണ്ട് പെൻഡുലം. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. Point of
suspension. Let this be the point of the center of gravity. Center of gravity. Center of gravity. And the distance between the point of suspension and the center of gravity. The distance between the point of suspension and the center of gravity be L. This is the length L, and we are making this pendulum to oscillate. We are making this pendulum to oscillate. അപ്പം ഇത് ഓസിലേറ്റ് ചെയ്ത് സപ്പോസ് ഈ ഒരു പൊസിഷന് വന്നു എന്ന് കരുതുക. ഈ ഒരു പൊസിഷന് വന്നു എന്ന് കരുതുക. അപ്പോൾ എന്താവും? ഇങ്ങനെയാവും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഓൾസോ L. ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ ആൻഡ് ദിസ് ഈസ് ദ ഹൈറ്റ്. ശരിയല്ലേ? നമ്മുടെ സാധാരണ ഒരു സിമ്പിൾ പെൻഡുലം പോലെ ആയിട്ടുണ്ട്. ദിസ് ഈസ് ദ ഹൈറ്റ്. ആൻഡ് ലെറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ലെറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി, എത്രയാണ്? I. Let the moment of inertia of the body is I. If I is the moment of inertia, what is the kinetic energy? What is the kinetic energy? Half I theta dot square. Half I theta dot square. Half mv square ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓർ ഹാഫ് mx ഡോട്ട് സ്ക്വയർ ആയിരുന്നു നമ്മുടെ ലീനിയർ അനലോഗ്. ഇവിടെ റൊട്ടേഷണൽ അനലോഗായ എമ്മിന് പകരം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, എക്സിന് പകരം തീറ്റ. ഓക്കെ, സോ ദിസ് ഈസ് ടി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ. സോ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഈസ് ഹാഫ് ഐ തീറ്റ ഡോട്ട് കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ. സോ Lagrangian ആണ് ചോദിച്ചേക്കുന്നത്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? ഇഫ് ദിസ് ഈസ് L ആൻഡ് വാട്ട് വിൽ ബി ദിസ് ഹൈറ്റ്? ഇത്ര കണ്ട് ഹൈറ്റ് അങ്ങോട്ട് മാറി എന്നർത്ഥം. സോ വാട്ട് ഈസ് ദിസ് ഹൈറ്റ്? സോ കോസ് തീറ്റ. വാട്ട് ഈസ് കോസ് തീറ്റ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് സൈഡ്, unknown side, some x divided by L, or x is equal to L cos theta. X is equal to L cos theta. So ഈ ഹൈറ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഈസ് അവർ ഒറിജിൻ. നമ്മുടെ ഒറിജിൻ ഏതാണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുകളിലാ താഴെയാ? താഴെ. പോയിന്റ് ഓഫ് സസ്പെൻഷൻ താഴെ ആയതുകൊണ്ട് ഹൈറ്റ് എന്തായിരിക്കും? മൈനസ് എൽ കോസ് തീറ്റ. ഹൈറ്റ് എന്തായിരിക്കും? മൈനസ് എൽ കോസ് തീറ്റ. ദിസ് ഈസ് ഒറിജിൻ. ഒറിജിൻ്റെ താഴെയല്ലേ അല്ലേ? സോ ദിസ് ഈസ് മൈനസ് എൽ കോസ് തീറ്റ. സോ what is the potential? What is the potential energy? If the mass of this is m g and what is h? Minus L cos theta. So this is equal to minus mgl cos theta. Minus mgl cos theta. Clear ayo? So ti vi. So Lagrangian L is equal to t minus v. So this is equal to half I theta dot square minus into minus plus mgl cos theta plus mgl cos theta. നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പെശക് ഇവിടെയാണ്. നമ്മൾ ഈ മൈനസ് ഇടാൻ നമ്മൾ വിട്ടുപോകും. മൈനസ് ഇടാൻ വിട്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടി മൈനസ് വി ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എൽ കോസ് തീറ്റ. ഓപ്ഷനിൽ അത് കാണും, നമ്മൾ കയറി കുത്തും, ഉത്തരം തെറ്റും. സോ ബി അവെയർ that always you should put this minus here. എപ്പോഴും ഓർക്കുക, നമ്മുടെ ഹൈറ്റ് ഒറിജിൻ്റെ താഴെയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് സൈൻ, മൈനസ് വാല്യൂ ഇട്ടിരിക്കണം. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇത് ഒരിക്കലും മറന്നു പോകരുത്. സോ ലഗ്രാഞ്ചിയനും ഹാമിൽട്ടോണിയനും ഒക്കെ റിവൈസ് ചെയ്തു പോവുക. ഇത് മാത്രമല്ല, നമ്മളിതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ d by dt of dou L by dou qj dot minus dou L by dou qj is equal to 0. If you are asked to find out the equation of motion for a compound pendulum, ഇവിടെ എന്ത് വരും? ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുകയാണെങ്കിൽ this is d by dt of dou L by dou theta dot minus dou L by dou theta is equal to 0. So this is our equation of motion. Clear? So
ഈ ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ടും ഡോ എൽ ബൈ ഡോ തീറ്റയും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അതായിരിക്കും ചിലപ്പോൾ ഈ വർഷം ചോദിക്കുക. സോ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷനും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഏതാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് ബാക്കി ചെയ്യുക. ക്ലിയർ? ഓക്കെ, വി ആർ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് വൺ. സി, ഇതാണ് നമ്മുടെ സെറ്റിൻ്റെ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെറ്റ് ഫിസിക്സിൻ്റെ ക്രാഷ് കോഴ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റിസൾട്ടുകളാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ജനറൽ പേപ്പർ മാത്രമായിരുന്നു, പക്ഷെ എന്നാലും ഈ വർഷം നമുക്ക് കുറേ വിജയശതമാനം കിട്ടി. ഈ വർഷം നമ്മൾ ഇതിൻ്റെ ക്രാഷ് കോഴ്സാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ക്രാഷ് കോഴ്സിന് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പോയേക്കുന്നത്. അങ്ങനെ ഒരു പെശകം വരാത്ത രീതിയിലാണ് നമ്മൾ പോയേക്കുന്നത്. സോ ഐ തിങ്ക് വി വിൽ ഹാവ് എ ഗുഡ് റിസൾട്ട് ദിസ് ഇയർ ടു. സോ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ജനറൽ കോഴ്സ് കൊണ്ട് മാത്രം, ജനറൽ പാടായിരുന്നവർ അത് മാത്രം നോക്കി വിജയിച്ചവർ കുറേ പേരുണ്ട്. അവരുടെ കഷ്ടപ്പാടും കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഈ കോഴ്സ് ഇല്ലായിരുന്നു. ഈ വർഷം നമ്മൾ ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്ലൈഡ്. കുറേ പേരുടെ ഉണ്ട്, കുറച്ച് പേരുടെ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. See the next problem. Find the velocity at which the mass of a particle is double its rest mass. Find the velocity at which, എപ്പോഴും ഓർക്കുക റിലേറ്റിവിറ്റിയിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ഉണ്ടാവും റിലേറ്റിവിറ്റിയിൽ നിന്ന്. ക്ലിയർ? സോ ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് വിച്ച് ദി മാസ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡബിൾ ഇറ്റ്സ് റെസ്റ്റ് മാസ്. സോ റിലേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് വളരെ എളുപ്പമാണ്. നമുക്ക് റിലേറ്റിവിസ്റ്റിക് മാസ് എന്താണെന്ന് നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്കിത് കിട്ടും. സോ വാട്ട് ഈസ് ദ റിലേറ്റിവിസ്റ്റിക് മാസ്? വാട്ട് ഈസ് റിലേറ്റിവിസ്റ്റിക് മാസ്? ഐ ഹോപ്പ് യു ഓൾ നോ. ശരിയല്ലേ? നമ്മൾ 10ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്നത്, 10ാം ക്ലാസ്സിലൊക്കെ റിലേറ്റിവിറ്റി പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് റിലേറ്റിവിസ്റ്റിക് മാസ്? Relativistic mass m is equal to m0 divided by root of 1 minus v square divided by c square. M is equal to m0 divided by root of 1 minus v square by c square. Where? What is this m0? m0 is the rest mass. m0 is the rest mass. ഇതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. ഇടയ്ക്ക് ഇവരിങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇടും. ഇടയ്ക്കെന്നല്ല, ഭൂരിപക്ഷം സിമ്പിളാണ്, ഇടയ്ക്ക് പ്രയാസമുള്ള ചോദ്യം ഇടുന്നത് മാത്രം. സാൻഡ്വിച്ച് പോലെ. നോക്കൂ, m0 is the rest mass. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണ്? വെലോസിറ്റി അറ്റ് വിച്ച് മാസ് ഈസ് ഡബിൾ ഇറ്റ്സ് റെസ്റ്റ് മാസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയല്ലേ? മാസ് ഈസ് ഡബിൾ ഇറ്റ്സ് റെസ്റ്റ് മാസ്. ദാറ്റ് മീൻസ് m is equal to, this is the mass, m is equal to 2 times m0. ഇനി എന്താണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. സോ ദാറ്റ് മീൻസ് 2m0 ഇസ് ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. m0 ക്യാൻസൽസ്. സോ എന്ത് വരും? 2 ഇങ്ങോട്ട് എടുക്കുക, ഇത് ഇങ്ങോട്ട് എടുക്കുക. ശരിയല്ലേ? സോ ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2. ഇനി എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യുക. ശരിയല്ലേ? So that means 1 minus v square by c square is equal to 1/4. That means v square by c square is equal to 1 minus 1/4. എത്രയാ? 3/4. That means v is equal to root 3/2c. root 3/2c. ശരിയല്ലേ? അപ്പോൾ എൻ്റെ അടുത്ത റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി നല്ലപോലെ ഉണ്ടാവണം. ക്ലിയർ? അതായത് അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് ചെയ്ത് ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ സ്റ്റെപ്പിലെത്തണം. ഇത് എഴുതി കഴിഞ്ഞാൽ അടുത്തത് ഈ സ്റ്റെപ്പായിരിക്കണം. ഇത്രയും ഭാഗം എഴുതാൻ പാടില്ല. മനസ്സിലായോ? ആ ന്യൂമറിക്കൽ എബിലിറ്റി വളർത്തിയെടുക്കുക. അതിന് ചെയ്യേണ്ടത് എന്താണ്? കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. സോ ഇതെഴുതി കഴിഞ്ഞാൽ പിന്നെ ഇതെഴുതുക. പിന്നെ ഇതെഴുതാൻ പോലും മെനക്കെടേണ്ട കാര്യമില്ല. കുറച്ചുകൂടി നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെഴുതാനും മെനക്കെടേണ്ട കാര്യമില്ല.
സ്റ്റെപ്പുകളുടെ എണ്ണം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കൂടുതൽ സമയത്തുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു പ്രോബ്ലത്തിനൊന്നും നമ്മൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. ക്ലിയർ? അപ്പോൾ സോ വി ഈസ് ഈക്വൽ ടു √3/2c. I hope this is clear. And see the next. The frequency of the first line of the Balmer series in hydrogen atom is f0 Hz. Then the frequency of the line emitted by a single ionized helium atom will be. Question ചില നീളമുള്ളതാണ്, ശ്രദ്ധിച്ചോളൂ, വായിച്ചോളൂ. The frequency of the first line of the Balmer series in hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാൾമർ സീരീസിനെ പറ്റിയാണ് പറയുന്നത്. ബാൾമർ സീരീസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമ്മൾ ഓർക്കണം ഫ്രം n is equal to 3 to n is equal to 2 അല്ലേ? ശരിയല്ലേ? ആണല്ലോ. ഈസ് f0. Then the frequency of the line emitted by a single ionized helium atom will be. ഈ പ്രോബ്ലം രണ്ട് രീതി ചെയ്യാം. ഏത് രീതി വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് കരുതുന്നു. നോക്കൂ, എന്തിനെ പറ്റിയാണ് ചോദ്യം? ബാൾമർ സീരീസ്. ബാൾമർ സീരീസിനെ പറ്റിയാണ് ചോദ്യം. ഹൈഡ്രജനെ പറ്റി തന്നിട്ടുണ്ട്, ഹീലിയത്തിനെ പറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? ഫസ്റ്റ് ഓർമ്മിച്ച് വെക്കാൻ കഴിവുള്ളവർ, അതായത് ഫോർമുല കൂടുതൽ പഠിക്കാൻ കഴിവുള്ളവർ ഈ ഫോർമുല ഡയറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ദ ടൈം പീരിയഡ് ഈസ് ഈക്വൽ ടു 4n³ h³ ε0² ഡിവൈഡഡ് ബൈ mz² e⁴. പഠിച്ചിട്ടുള്ളതാണ്. mz² e⁴ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു mz² e⁴ ഡിവൈഡഡ് ബൈ 4n³ h³ ε0². അത് പഠിച്ചിട്ടുള്ളതാണ് ഫ്രീക്വൻസിയെ പറ്റി. സോ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു mz² e⁴ ഡിവൈഡഡ് ബൈ 4n³ h³ ε0². ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ. ക്ലിയർ? ഇസഡ് ആണ് നമ്മുടെ അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് ന്യൂ ഈസ് പ്രപ്പോർഷണൽ ടു z². ന്യൂ ഈസ് പ്രപ്പോർഷണൽ ടു z² ആൻഡ് n³ n എന്ന് പറയുന്നത് എന്താണ്? അയണൈസേഷൻ. എത്ര അയണൈസ്ഡ് ആണ്, സിംഗിളി അയണൈസ്ഡ് ആണോ ഡബിളി അയണൈസ്ഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ ഇവിടെ സിംഗിൾ അയണൈസ്ഡ് ഹീലിയം ആറ്റത്തിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. സോ ദിസ് വി അസ്യൂം ദാറ്റ് n is equal to 1. സോ ന്യൂ ഈസ് പ്രപ്പോർഷണൽ ടു z². ന്യൂ ഈസ് പ്രപ്പോർഷണൽ ടു z². സോ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. സോ ന്യൂ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ ന്യൂ ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു ന്യൂ ഓഫ് ഹൈഡ്രജൻ z². ഹൈഡ്രജൻ z എത്രയാ? 1 ഡിവൈഡഡ് ബൈ ഹീലിയത്തിൻ്റെ എത്രയാ? z². ദിസ് ഈസ് 4. 2 അല്ലേ? 2² ഈസ് 4. ദാറ്റ് മീൻസ് നമ്മുടെ ചോദിച്ചേക്കുന്നത് ന്യൂ ഓഫ് ഹീലിയം. ന്യൂ ഓഫ് ഹീലിയം ഈസ് ഈക്വൽ ടു 4 times ന്യൂ ഓഫ് ഹൈഡ്രജൻ. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ എത്ര നിരക്കുന്നത്? 4 times f0. ക്ലിയർ? ഇത് ഒരു വേ. ഇനി ഇത് ഓർത്തിരിക്കാൻ കഴിവില്ലാത്തവർക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫോർമുല പഠിച്ചാൽ മതി, നമുക്ക് ഓർമ്മശക്തി കുറവാണ്, ഏതെങ്കിലും ഒരു ഫോർമുല കൊണ്ട് എല്ലാ പണിയും നടക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി അടുത്തത് നോക്കൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഫോർമുല എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ല. 1/λ is equal to Rydberg constant RH into Rydberg constant RH into z² into 1/n1² minus 1/n2². ഈ ഫോർമുല എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? 1/λ is equal to RH into z² into 1/n1² minus 1/n2². സോ ബാൾമർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? n is equal to 3 നിന്ന് n is equal to 2 ഇലക്ട്രോണിൻ്റെ ജമ്പാണ് അല്ലേ ബാൾമർ സീരീസ്. സോ വാട്ട് ഈസ് ദിസ് n1 ഹിയർ? n1 ഈസ് 2 ആൻഡ് n2 ഈസ് 3. ക്ലിയർ? ഇനി 1/λ എന്നുള്ളത് നമ്മൾ ഒന്നുകിൽ വേവ് നമ്പർ ന്യൂ ബാർ എന്നൊക്കെ നമ്മൾ എഴുതാറുമുണ്ട്. ശരിയല്ലേ? ന്യൂ ബാർ.
ആർ എച്ച് ഇൻറ്റു ഇസഡ് സ്ക്വയർ 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. സോ നോക്കിയേ, ഇനി ഹൈഡ്രജൻ ആറ്റത്തെ പറ്റി 1/λ ഫോർ ഹൈഡ്രജൻ ആറ്റം. നമുക്ക് ഈ ഫോർമുല മാത്രമേ അറിയത്തുള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 1/λ ഇസ് ഈക്വൽ ടു റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്, അതേപടി ഇസഡ് എത്രയാ 1 ഡിവൈഡഡ് ഇൻറ്റു 1/n1 സ്ക്വയർ, n1 എത്രയാ 4 ശരിയല്ലേ, മൈനസ് 1/n2 എത്രയാ 9. ക്ലിയർ, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാ 9 മൈനസ് 4 5/36 ശരിയല്ലേ, 5 RH ഡിവൈഡഡ് ബൈ 36. 1/λ ഫോർ ഹൈഡ്രജൻ ഈസ് 5 RH/36 ശരിയല്ലേ, 5 RH ഇൻറ്റു ദെൻ ഹീലിയം. ഇനി ഹീലിയത്തിൻ്റെ നോക്കിയേ 1/λ ഇസ് ഈക്വൽ ടു RH ഇൻറ്റു ഇസഡ് സ്ക്വയർ എത്രയാ 4 ഇൻറ്റു അകത്ത് 5/36 അതേപടി ശരിയല്ലേ. ഇനി നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ പഠിച്ചിട്ടുണ്ട്, ഓർ എഫ് ലാംഡ. ദാറ്റ് മീൻസ് ന്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ന്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ, or lambda is inversely proportional to nu. That means if frequency of hydrogen divided by frequency of helium is equal to എഴുതുമ്പോൾ എന്ത് വരും, ഇതേപടി വരും ശരിയല്ലേ, 5 RH by 36 ഇൻറ്റു 4 RH ഇൻറ്റു 5/36 ശരിയല്ലേ. ഇതേപടി തന്നെ ന്യൂ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/λ. അതുകൊണ്ട് 1/λ നമുക്ക് കിട്ടിയേക്കുന്നത്, 1/λ കിട്ടിയേക്കുന്നത് കൊണ്ട് അതേപടി അങ്ങോട്ട് എഴുതിയാൽ മതി. ഇനി 5 RH 5 RH 36 ന്യൂ H2 ബൈ ന്യൂ H ഈസ് ഈക്വൽ ടു 1/4. സോ ദെയർഫോർ ന്യൂ ഹീലിയം ഈസ് ഈക്വൽ ടു 4 ടൈംസ് ന്യൂ H2. പഴയ ഉത്തരത്തിലെത്തിയോ? സോ ഒന്നുകിൽ ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുക, ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. എനിക്ക് ഓർമ്മശക്തി കുറവായതുകൊണ്ട് ഞാൻ ഇതായിരിക്കും സെലക്ട് ചെയ്യുക. ഒറ്റ ഫോർമുല പഠിച്ചാൽ മതി, ഒന്നിൽ തന്നെ പല ഉപയോഗങ്ങളുമായി. ക്ലിയർ, മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് അടുത്തത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു an infinitely charged cylinder at an internal point r less than r is. Electric field due to an infinitely charged cylinder at an internal point r less than r. ഈ ചോദ്യം വായിക്കുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ് എന്ന്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അകത്തെ എന്തായാലും 0 ആയിരിക്കുമല്ലോ അല്ലേ. ആ ചോദ്യത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. സോ ദിസ് ഈസ് r less than r, that means this is a സോളിഡ് സിലിണ്ടർ. അതെപ്പോഴും പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. സോ ദിസ് ഈസ് എ സോളിഡ് സിലിണ്ടർ. നോക്കിക്കോളൂ, സോളിഡ് സിലിണ്ടർ. സോ ഫോർ എ സോളിഡ് സിലിണ്ടർ ഇവിടെ നമ്മളെപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്ന എന്ത് കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുക? ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഗോസസ് ലോ. ഗോസസ് ലോ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ കാര്യമായിട്ട് പഠിച്ചവർക്ക് ഇതൊരു ചോദ്യമേ അല്ല. ജസ്റ്റ് ഗോസിയൻ സർഫസ് എടുക്കുക ചെയ്യുക. ഇവിടെ ബോണസായിട്ട് ആദ്യം സോളിഡ് സിലിണ്ടർ പറയാം. സി ഫിഗറിൻ്റെ ഭംഗി നോക്കണ്ട. ദിസ് ഈസ് മൈ സോളിഡ് സിലിണ്ടർ. ദിസ് is solid cylinder is having radius capital R. Solid cylinder is having radius capital R. If the question was to find electric field at a point R greater than R, അതായത് സോളിഡ് സിലിണ്ടറിൻ്റെ പുറത്ത് ഈ ഒരു പോയിന്റിലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? I will construct a Gaussian surface. I will construct a Gaussian surface like this, such that this radius is small r. ശരിയല്ലേ? അത് എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന് സറൗണ്ടിങ് ആയിട്ടൊരു ഗോസിയൻ സർഫസ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ശരിയല്ലേ? സോ ദിസ് ഈസ് സ്മോൾ ആർ, സോ ദിസ് ഇസ് ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. ക്ലിയർ? ആൻഡ് ഇവിടെ നമ്മൾ പല കാര്യങ്ങളും അസ്യൂം ചെയ്യേണ്ടതുണ്ട്, അത് വഴിയേ പറയാം. സോ ഇഫ് ദിസ് ഈസ് ദ ഔട്ട്സൈഡ് പോയിന്റ്, ദിസ് ഈസ് ദ
outside point. If this is the outside point, Gauss's law എന്താണ്? Closed integral E dot ds is equal to q enclosed divided by epsilon 0. Enclosed charge divided by epsilon 0. So electric field ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയത് നമുക്ക് അതിനെ പുറത്തെടുക്കാം. E into integral ds is equal to q enclosed. What is the q enclosed here? What is the q enclosed here? If this is an infinitely long cylinder, so if suppose it is having length L, if it is having length L and the charge density is lambda, so q is equal to lambda L will be the charge. ശരിയല്ലേ? q is equal to lambda L will be the charge. So q enclosed is lambda L divided by epsilon 0. And integral ds ഇവിടെ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ശരിയല്ലേ? സോറി, ഇവിടെ നിന്നും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഏരിയ വെക്ടർ അങ്ങോട്ട്, റേഡിയലി ഔട്ട്വേർഡ്സ്, ശരിയല്ലേ? ഇവിടെ നിന്നും ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങോട്ട്, ഏരിയ വെക്ടർ ഇങ്ങോട്ട്. ദാറ്റ് മീൻസ് both these surfaces, closing surfaces രണ്ടും ഗോസിയൻ സർഫസ് ആയിട്ട് കോൺട്രിബ്യൂഷൻ ഇല്ല. ആ കോൺട്രിബ്യൂഷൻ ഏതാണ്? ഈ ലാറ്ററൽ സർഫസ് മാത്രം. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് മുകളിലോട്ട്, ഏരിയ വെക്ടറും സെയിം ഡയറക്ഷൻ, ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ഏരിയ എത്രയായിരിക്കും? വാട്ട് ഈസ് ദ സർഫസ് ഏരിയ? ദിസ് ഈസ് E ഇൻറ്റു വാട്ട് ഈസ് ദ സർഫസ് ഏരിയ? 2πr into L, ശരിയല്ലേ? E into 2πrl is equal to lambda L divided by epsilon 0. L and L cancels. E is equal to lambda divided by 2pi epsilon 0 into r. This is the electric field outside. So E is equal to lambda divided by 2pi epsilon 0 into capital R. Clear? ഔട്ട്സൈഡ് എത്ര കിലോമീറ്റർ അകലെയാണെങ്കിലും ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്മോൾ ആർ. ക്ലിയർ? ഒരു മിസ്റ്റേക്ക് കിട്ടും. ശരി, സോറി. നോക്കുക, അവിടെ പറഞ്ഞാൽ അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കൂ, ദിസ് ഈസ് ദ ഇതാണ് നമ്മുടെ സിലിണ്ടർ. നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഗോസിയൻ സർഫസ് എന്ന് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ആർ. ഇഫ് ദിസ് ഈസ് പോയിന്റ് ആർ, എന്ത് ചെയ്യും? നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യും, ശരിയല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യും. ഇവിടെ ഗോസിയൻ സർഫസിൻ്റെ സർഫസ് ഏരിയയാണ് നമ്മൾ എടുക്കേണ്ടത്. ഗോസിയൻ സർഫസിൻ്റെ സർഫസ് ഏരിയ. ഇപ്പുറത്ത് ക്യൂ എൻക്ലോസ്ഡിൻ്റെ അകത്താണ് നമ്മൾ എന്തെടുക്കേണ്ടത്? നമ്മുടെ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ഏരിയ എടുക്കേണ്ടത് അവിടെയാണ്. നമുക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി ഇവിടെ. നോക്കിക്കേ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E dot ds is equal to q enclosed divided by epsilon 0. ഈ ക്യൂ എൻക്ലോസ്ഡിൻ്റെ അകത്താണ് നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ഏരിയയോ വോളിയമോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കേണ്ടത്. ഇവിടെ ഇതെപ്പോഴും ഇതെന്തായിരിക്കും? ഫോർ ഗോസിയൻ സർഫസ്. ദിസ് ഈസ് ഫോർ ഗോസിയൻ സർഫസ്. എപ്പോഴും ഓർക്കണേ, മറക്കരുത്. എനിക്ക് തെറ്റുപറ്റി, നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. ഇത് എപ്പോഴും ഇവിടെ LHS എപ്പോഴും ഗോസിയൻ സർഫസും RHS എപ്പോഴും തന്നിരിക്കുന്ന സർഫസും ആയിരിക്കണം. LHS എപ്പോഴും ഗോസിയൻ സർഫസും RHS എപ്പോഴും തന്നിരിക്കുന്ന സർഫസും ആയിരിക്കണം. സോ തന്നിരിക്കുന്ന സർഫസിൽ ക്യൂ ചാർജ് L ലെങ്തിലാണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു Q by L or Q is equal to lambda L. So ഇവിടെ E into closed integral ds is equal to lambda L divided by epsilon 0. So അടുത്തത് നോക്കിയേ, E into
This is E into what is integral ds. What is integral ds? Integral ds എന്തായിരിക്കും? Integral ds is for Gaussian surface. Gaussian surface in the ds. This is a radius r. So this is 2 pi r into L. 2 pi r into L. കാരണം ഇവിടെ ഏരിയ വെക്ടർ ഇങ്ങോട്ട്, ഇവിടുത്തെ ഏരിയ വെക്ടർ ഇങ്ങോട്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്. ആകെ കേർവ്ഡ് സർഫസ് ഏരിയയിലെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും മാത്രമേ സെയിം ഡയറക്ഷനിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് കേർവ്ഡ് സർഫസ് മാത്രമേ നമ്മുടെ ഗോസിയൻ ലോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. രണ്ട് ലാറ്ററൽ സർഫസുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് 2 pi r into L is equal to lambda L divided by epsilon 0. L and L cancels. So E is equal to lambda divided by 2 pi epsilon 0 into small r. 2 pi epsilon 0 into small r. Clear? അപ്പോൾ സ്മോൾ ആർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഓൾവേസ് E proportional to 1 by r for a cylinder, solid cylinder. E proportional to 1 by r. Sorry, really sorry, ഞാൻ മുമ്പേ പറഞ്ഞത് തെറ്റിപ്പോയി. സോ E proportional to 1 by r. Clear? ഇനി ദിസ് ഈസ് ഫോർ ഔട്ട്സൈഡ്. ഇനി ഇൻസൈഡിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇൻസൈഡ് ഇതാണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. റേഡിയസ് r ആണെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ ആറിൻ്റെ അകത്തെ r ലെസ് ദാൻ r ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, ശരിയല്ലേ? r ലെസ് ദാൻ r ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ നമ്മളോട് r ലെസ് ദാൻ r ചോദിച്ചേക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഗോസിയൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇതാണെന്ന് കരുതുക. ക്ലിയർ? സോ ഇഫ് ഇറ്റ് ഈസ് സോ, ഇവിടെ നമ്മുടെ ടോട്ടൽ സിലിണ്ടറിലാണ് ക്യൂ ചാർജ് ഉള്ളത്, ശരിയല്ലേ? ടോട്ടൽ സിലിണ്ടറിൽ ക്യൂ ചാർജ് ഉണ്ട്. ഇവിടെയോ? ഈ ടോട്ടൽ സിലിണ്ടറിലാണ് ക്യൂ ചാർജ് കൊടുത്തേക്കുന്നത്. ഇവിടെയോ? സപ്പോസ് ദിസ് ഈസ് ഹാവിങ് ക്യൂ പ്രൈം ചാർജ്. ദിസ് ഈസ് ഹാവിങ് ക്യൂ പ്രൈം ചാർജ് ആണെന്ന് കരുതുക. സോ I have to find out the ratio of q prime divided by q. q prime divided by q. q എവിടെയാണ്? q എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? ഇത് ടോട്ടൽ സിലിണ്ടർ. ടോട്ടൽ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആ വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സോ വാട്ട് ഈസ് ദിസ്? പൈ ആർ സ്ക്വയർ, സോറി q പ്രൈം. q പ്രൈം. സോ q പ്രൈം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ മാത്രം, ശരിയല്ലേ? q പ്രൈം എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത് എൽ ഡിവൈഡഡ് ബൈ ഇവിടെയോ ടോട്ടൽ ചാർജ്. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് സം റോയോ ലാംഡയോ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ലാംഡ എന്നാണ് തന്നേക്കുന്നത്. സോ ലാംഡ. ഓപ്ഷനിൽ ലാംഡ എന്നാണ് തന്നേക്കുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ലാംഡയാണ് യൂസ് ചെയ്തേക്കുന്നത്. നോക്കൂ, സോ ദിസ് ലാംഡ അവർ അസ്യൂം ചെയ്തേക്കുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി ആയിട്ടാണ്. സോ ദാറ്റ് മീൻസ് ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. സോ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വോളിയം. വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്. പൈ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്. സോ ഇവിടെ എത്രയായിരിക്കും? ഇവിടുത്തെ വോളിയം എന്താണ്? പൈ സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത് എൽ ഇൻറ്റു ലാംഡ. ക്യൂ എന്തായിരിക്കും? പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത്, അത് തന്നെ ഇൻറ്റു ലാംഡ. ലാംഡ ക്യാൻസൽസ്, പൈ ക്യാൻസൽസ്, എൽ ആൻഡ് എൽ ക്യാൻസൽസ്. ക്ലിയർ? ആൻഡ് ക്യൂ പ്രൈം. സോ ദിസ് ക്യൂ പ്രൈം ഇസ് ഈക്വൽ ടു, നമുക്ക് ക്യൂ പ്രൈം ആ വേണ്ടേ? ക്യൂ പ്രൈം ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ക്യൂ പ്രൈം ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇത്രയും ഭാഗത്തെ ചാർജ് കണ്ടുപിടിച്ചു, ശരിയല്ലേ? അല്ലേ? ഈ ഗോസിയൻ സർഫസ് എൻക്ലോസ് ചെയ്ത ചാർജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഗോസസ് ലോ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ പ്രൈം, അതാണ് ചാർജ് എൻക്ലോസ്, ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. സോ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ പ്രൈം എത്രയാ? ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ 0. ക്യൂ ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ 0. മനസ്സിലായല്ലോ? സോ നോക്കിക്കേ, ക്യൂ
E into closed integral ds is equal to q prime into r square by r square into epsilon 0. ഇനി വാട്ട് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഗോസിയൻ സർഫസിൻ്റെ ഏരിയയാണ്. പറഞ്ഞു, ഗോസിയൻ സർഫസിൻ്റെ ഏരിയ. സോ ഇ ഇൻറ്റു 2πr into L is equal to q prime into r square by r square into epsilon 0. Clear? So, okay, r and square cancels, and from this E is equal to എന്താണ്? q prime r divided by this is not q prime, this is q. This is q. എല്ലാം q അല്ലേ? q r divided by 2pi epsilon 0 r square. q r divided by 2pi epsilon 0 r square. And if you substitute for 2pi epsilon 0 r square into L, if you substitute for q ന് substitute ചെയ്തേ. What is q? Q is lambda into L. So lambda into L into r divided by 2pi epsilon 0 r square into L. L and L cancels. So E is equal to lambda r divided by 2pi epsilon 0 r square. Lambda r divided by 2pi epsilon 0 r square. Yes, തസ്നി q ആണ്. പഴയ സ്ലൈഡിൽ നിന്ന് പുതിയ സ്ലൈഡിലോട്ട് വന്നപ്പം അത് തിരിഞ്ഞുപോയി. സോ ഇൻസൈഡ്, E inside is proportional to R, and E outside is proportional to 1 by R for a solid cylinder. Clear? ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇതിൻ്റെ ഗ്രാഫ് ദാ, if this is the radius, if this is the radius, ഇത് r radius ആണ് എങ്കിൽ inside it is directly proportional to r, and outside it is inversely proportional to r. This will be the graph for the electric field. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. Which of the following graphs represent the electric field for a solid cylinder having radius r? So inside it is proportional to r, and outside it is inversely proportional to r. Clear? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നമ്മുടെ സെറ്റ് ഇത്രയും സബ്ജക്റ്റിനാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. സോ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വി ഹാവ് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ആണ് നമുക്കിവിടെ. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാവുന്ന വീഡിയോ ക്ലാസ്സുകളാണ് നമ്മുടേത്. ഒരു തവണ കണ്ട് വിസ്മൃതിയിലാണ്ട് പോകുന്ന ക്ലാസ്സുകളല്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാം, ഡൗൺലോഡ് ചെയ്യാം. സോ PDF നോട്ട്സ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേകതകൾ. അപ്പം എല്ലാവരും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുക. സമയം കളയാതെ, ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം എത്ര നന്നായിട്ട് പഠിക്കുന്നോ അത്രയും കൂടുതലാണ് നമ്മുടെ സാധ്യതകൾ. സോ ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ്. അത്ര ഡീപ്പായിട്ട് പഠിച്ചെങ്കിലേ ഇതിൽ കാര്യമുള്ളൂ. അതുകൊണ്ട് ഒട്ടും അമാന്തം കൂടാതെ തന്നെ നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സമയം അതിക്രമിച്ചതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പുതിയ HSSTയുടെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ഓൾറെഡി നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും HSSTക്ക് യാതൊരു ടെൻഷൻ കൂടാതെ അപ്ലൈ ചെയ്യാം. അപ്പോൾ HSSTക്ക് ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് നമുക്ക് കോച്ചിങ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ സെറ്റ് ക്ലിയർ ആയിട്ടുള്ളവർക്ക് ഈ വാർത്ത എത്തിച്ചു കൊടുക്കുക, അവരോട് ജോയിൻ ചെയ്യാൻ പറയുക. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കും സെറ്റൊക്കെ പാസ്സായി കഴിഞ്ഞ് നിങ്ങളും ഈ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്കിനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ടായിരുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്.
എന്തായാലും നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും നന്നായിട്ട് മനസ്സിരുത്തി തന്നെ പഠിക്കണം. അറ്റോമിക് ആണെങ്കിലും ന്യൂക്ലിയർ ആണെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഒരു മിനിമം 8 ചോദ്യം ഉറപ്പാണ്. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നിന്നും 8 ചോദ്യം ഉണ്ടാവും. അപ്പം ബാക്കി ഈ കോർ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഈ ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ നിന്നൊരു 2-3 ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പഠിച്ച് നന്നായിട്ട് പോവുക. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെക്കോ, +2 ലെവൽ മെയിൻസ്, LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ ഉള്ള കോച്ചിങ് നമ്മളിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ റിസൾട്ടുകളാണ്. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക, ഒട്ടും സമയം കളയാതെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഒട്ടും നിരാശരാവേണ്ട കാര്യമില്ല. നന്നായിട്ട് പഠിച്ചു പോവുക. ആദ്യത്തെ പരീക്ഷയ്ക്ക് തുടങ്ങുമ്പോൾ ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ ഒക്കെ നമുക്ക് നിരാശ തോന്നും. അതിലൊന്നും തളരരുത്, നന്നായിട്ട് പഠിച്ചു പോവുക. ആൻഡ് വി വിൽ മീറ്റ് യു അഗെയിൻ. ബൈ. താങ്ക് യു.